ഈ മെഹബൂബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഏതാണ്? സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യരുടെ ഒരു സമയം ഓർക്കാനുള്ള ആദ്യത്തെ കുഞ്ഞൊരു ആൺകുഞ്ഞായിരുന്നു. മെയിനായിട്ട് നല്ല സന്തോഷമായിരുന്നു അന്ന്. ആ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. ഞാൻ ദുബായിലുണ്ടായിരുന്നു കുറച്ച് ദിവസം. ദുബായിൽ എന്ത് ജോലിയായിരുന്നു? ദുബായിൽ ഞാനൊരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്തു. എത്ര വർഷം? ഒരു 4 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ട് 1 വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ. തിരിച്ചു വന്നിട്ട് പിന്നെ പോയില്ല. കല്യാണം കഴിച്ച് 1 വർഷം, അതിന് മുമ്പ് 3 വർഷം ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷ് നല്ല കമ്പനിയായിരുന്നു. നല്ലതായിരുന്നു. മണി ഗൾഫിൽ പോയിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സൗദിയിൽ പോയിരുന്നു. സൗദിയിൽ എവിടെ? റിയാദിൽ. അവിടെ ഒരു ബേക്കറി ജോലി ചെയ്തിരുന്നു. ബേക്കറി. ഞാൻ ഇതേ ചോദ്യം അങ്ങോട്ടും ചോദിക്കണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എപ്പോഴാണ് മണിക്ക്? അതന്നെ അവർ പറഞ്ഞല്ലോ, അതുപോലെ കുട്ടി ആൺകുട്ടിയാണ് ആയിരുന്നു ആദ്യം. ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യം ഒരു ആൺകുട്ടി മണിക്ക്. അതെ, ആദ്യത്തെ അങ്ങനെ വിഷമമുള്ള ഒരു ഘട്ടങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ അങ്ങനെ അത്ര വിഷമിക്കേണ്ട ഘട്ടങ്ങളൊന്നും വന്നിട്ടില്ല. മുമ്പോട്ടും വരാതിരിക്കട്ടെ ആർക്കും, ഞങ്ങൾക്ക് എന്നല്ല ആർക്കും അതൊരു വിഷമമുള്ള ഘട്ടങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാം സന്തോഷമായ കാര്യങ്ങളാണ് മുമ്പോട്ട് എല്ലാം നടന്നത്. മെഹബൂബ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ ശരിക്കും പറഞ്ഞു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നല്ല ജോലിയായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പിന്നെ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ഇവിടെ കല്യാണം കഴിച്ച് പിന്നെ ഇവിടെ നാട്ടിൽ സെറ്റിലായി. ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോയില്ല? ഇല്ല, ഫാമിലി കൊണ്ടുപോയി. കല്യാണം കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ 1 വർഷം എവിടെ ഉണ്ടായിരുന്നു. പിന്നത്തെ ലീവിന് വരുമ്പോൾ പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് വന്നു. പിന്നെ ഇവിടുത്തെ ആയി പിന്നെ ഈ കച്ചവടത്തിന് അങ്ങോട്ട് മുമ്പോട്ട് കച്ചവടം വന്നു കഴിഞ്ഞപ്പോൾ കച്ചവടം വലിയ ഗുണകരമായിട്ട് തോന്നി. ഗുണകരമായിട്ട് തോന്നി. പിന്നെ ക്യാൻസൽ ചെയ്തു. പിന്നെ ഹാർഡ് വർക്കായിരുന്നു. നല്ല കമ്പനി, പക്ഷെ ഹാർഡ് വർക്കായിരുന്നു. സൈറ്റിലായിരുന്നു പണി. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ? സത്യം പറഞ്ഞാൽ എല്ലാം നേടിയത് തന്നെ. ഒന്നും സ്വന്തമായിട്ടുള്ള വീട്? സ്വന്തം വീടുണ്ട്. സ്വന്തമായിട്ട് വീട്, സെപ്പറേറ്റ് വീടുണ്ട്. അതെല്ലാം ഉണ്ട്. വീട് എങ്ങനെ? 2 നില വീടാണോ? സാധാരണ ചെറിയ വീട്, 2 നില വീട് മതി. തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും സംതൃപ്തനാണ് ശരിക്കും. വന്ന വഴി ഒന്നും മോശം, ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി ഇതുവരെ. മണി എങ്ങനെയാണ് ഗൾഫിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് എന്താ പോകുന്നത് അങ്ങോട്ട്? സൗദി അറേബ്യയിൽ പോരാൻ കാരണം പിന്നെ നമ്മളവിടെ പോയിട്ട് ജോലിയൊന്നും ശരിയായില്ല. പിന്നെ അവിടെ ഒരു വേക്കൻ്റ് ജോലി ചെയ്തു. എങ്ങനെയാണ് ഇവിടുന്ന് പോയത്? ഫ്രീ വിസയിലാണോ പോയത്? കമ്പനി പോയതല്ല. അവിടെ പിന്നെ ജോലിയൊന്നും ശരിയായില്ല. അതുകൊണ്ട് പിന്നെ വേക്കൻ്റ് കുറച്ച് കാലം നിന്നു. പരിചയമില്ലാത്ത ജോലിയാണത്? ഇല്ല, പരിചയമില്ലാത്ത ജോലി. അപ്പോൾ പിന്നെ മുമ്പ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഓട്ടോ ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ തോന്നി അവിടെ നിന്നാൽ നടക്കൂലാണ്. ആ ശമ്പളം വില വളരെ കുറവായിരുന്നു. പിന്നെ തോന്നി നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും നോക്കാം. നമുക്ക് നല്ലത് കാസർഗോഡിന്റെ മണ്ണ് തന്നെയാണ് തോന്നി. നമ്മളെ സ്വന്തം നാട് തന്നെ നല്ലതാണ് തോന്നി. ഇപ്പോൾ സ്വന്തമായിട്ട് വീടും എല്ലാം നേടി. വീടൊന്ന് ചെറുത് വെച്ചിട്ട് സ്വന്തം. കേരളത്തിൽ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം. കേരളത്തിൽ അങ്ങേ അറ്റം വരെ പോയി. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ എല്ലാം പോയി. മലബാർ ഭാഗമാണോ കൂടുതൽ നന്നായി തോന്നി? അത് അങ്ങോട്ട് തെക്ക് ഭാഗമാണോ? എറണാകുളം കഴിഞ്ഞ തെക്കായി? അല്ല, അതല്ല, മലബാർ ഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഏത് വശങ്ങളാണ് അതിനോട് ഇഷ്ടം തോന്നുന്നത്? കുറച്ചുകൂടി ലവബിളായിട്ട് തോന്നിയിട്ടുണ്ടോ ഇവിടുത്തെ സ്നേഹമുള്ളവര്? കോഴിക്കോടൊക്കെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. തെക്കൻ ജില്ലയെ കുറ്റം പറയുന്നില്ല. ഞങ്ങൾ അവിടെ കൂടുതൽ അങ്ങനെ പോയില്ല. അധികം പോയിട്ടുള്ളത് മലബാർ ഭാഗത്ത് തന്നെയുള്ളത്. അവിടെ എന്തെങ്കിലും തെക്കൻ ഭാഗത്ത് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നല്ലാതെ. പിന്നെ കോഴിക്കോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞങ്ങളും പറയാറുണ്ട് ഏറ്റവും രുചികരമായ ഭക്ഷണം, നല്ല ഭക്ഷണം കോഴിക്കോട്, തലശ്ശേരി. നല്ല ഭക്ഷണം, ഒരുപാട് നല്ല ഭക്ഷണം. അതുപോലെ ആലുവയിലൊക്കെ നല്ല ഭക്ഷണം. ആലുവന്റെ നാടാണ്. അതെയാ, ആലുവ ഞങ്ങളെ റിലേഷന്റെ അവിടെ കുറച്ച്. ആലുവ ശിവരാത്രി വന്നിട്ടുണ്ട്? ശിവരാത്രി അതിന് വന്നിട്ടില്ല. ഞങ്ങൾ വേറെ ഒരു ആവശ്യത്തിന് അവിടെ വന്നപ്പോൾ അവിടെ തങ്ങി, 2 ദിവസം ഇവിടെ തങ്ങി. മെഹബൂബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണോ? അയ്യോ, തീരെ ഇഷ്ടം അങ്ങനെയല്ല, കഴിക്കില്ലെന്നല്ല. ഞങ്ങൾക്ക് നാടൻ ഫുഡിനോടാണ് ഇഷ്ടം. ചോറ്, മീൻകറി, അതുപോലെ ഇറച്ചിനോടെല്ലാം താല്പര്യം കുറവാണ്. ഇറച്ചി, കോഴി ഇതെല്ലാം ഒരുപാട് താല്പര്യം കുറവ്. എപ്പോഴെങ്കിലും പിള്ളേർക്ക് കൂട്ടിക്ക്. മണി വെജിറ്റേറിയനാണോ? അല്ല, നോൺ വെജ്. എല്ലാം കഴിക്കും. ഇപ്പൊ മാലിട്ടതുകൊണ്ട് വെജിറ്റേറിയൻ. എന്തായാലും എല്ലാ വിധത്തിലും വളരെ ഹാപ്പിയാണ് രണ്ടുപേരും അല്ലേ? ഒറ്റക്കായിട്ടൊന്നും ചിന്തിക്കാറില്ല. നമുക്ക് എന്ത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലും പള്ളിയിലും എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരുപാട് ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മ തന്നെ വരും തലമുറക്ക് ഒരു മെസ്സേജാണ്. പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ ഇത് ഖബർസ്ഥാനിലെല്ലാം പോകുമ്പോൾ, പ്രാർത്ഥിക്കാനെല്ലാം പോകുമ്പോൾ ഞങ്ങൾ എല്ലാത്തിനും ഒരുമിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ അമ്പലത്തിലും അവൻ ഞങ്ങൾ പോകുമല്ലേ? എന്തായാലും വളരെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളായിട്ട് കുറച്ച് സമയം ചെലവിടാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞില്ല. കാരണം ഈ സൗഹൃദം
മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരട്ടെ കൂട്ടായ്മ. ഇനിയും ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും വളരെ നല്ല രീതിയിൽ പോകുവാനും അല്ലേ. നമ്മൾ ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അതിനെ പറഞ്ഞ് ശത്രുതയൊക്കെ വെച്ചിരുന്നിട്ട് എന്തായാലും കേരളാവിഷൻ്റെ വിജയവീതി എന്നുള്ള പരിപാടി കാരണം നമ്മുടെ ജീവിതത്തിലുള്ള ജീവിതകാലത്തിനിടയിൽ വിജയം കൈവരിച്ചതുമായിട്ടുള്ള അഭിമുഖമാണ്. കാരണം ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞു, മണിയും പറഞ്ഞു, മഹബൂബും പറഞ്ഞു. കാരണം ചെറുതായി ഓട്ടോറിക്ഷ തുടങ്ങി, പിന്നെ റിയൽ എസ്റ്റേറ്റിൽ വന്നു. ഇനിയും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഏതാണ് വന്നു ചേരുന്നത് ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷ ഇങ്ങനെ വന്ന് ചേർന്നു അധികം കൂടുതൽ അത്യാഗ്രഹം ഇല്ല. ജീവിച്ചു പോയാൽ മതി. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. കേരള വിഷൻ്റെ വിജയവീതി എന്ന പരിപാടിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ വളരെയധികം ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. ഇതിലെന്നോടൊപ്പം ഉണ്ടായിരുന്ന അതിഥികളായിരുന്നു. വളരെ അപൂർവമായി കേരളത്തിൽ കാണുന്ന ഒരു കൂട്ടുകെട്ട്, കൂട്ടായ്മ, സുഹൃത്ത് ബന്ധം. മണിയും മഹബൂബും ഒട്ടേറെ അനുഭവങ്ങൾ അവർ പറഞ്ഞു. അവരുടെ ഭാവിയിലുള്ള പരിപാടികളും പറഞ്ഞു. കുടുംബപരമായിട്ടും എല്ലാവിധത്തിലും ഒത്തൊരുമിച്ച് പോകുന്ന രണ്ട് ആത്മസുഹൃത്തുക്കളുടെ കഥ ഈ എപ്പിസോഡോടെ പൂർണ്ണമാകുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഖസാക്കിൻ്റെ ഇതിഹാസം ഇത് എഴുതിയത് ആരാണ്? ചോദ്യം ഒന്നുകൂടി, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്തമായ ബുക്ക് എഴുതിയത് ആരാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറഞ്ഞ ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കും. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.